ഹലോ ഫ്രണ്ട്സ്, ജിൻഡയാണേ. അപ്പോൾ ഞങ്ങളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത് സാനിയുണ്ട്, കുഞ്ഞുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഗ്രേറ്റ് യാർമൗത്ത് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോകട്ടോ. ഇച്ചിരി ദൂരെയാണ്, ഇവിടുത്തെ ഒരു 4 മണിക്കൂറോളം യാത്രയുണ്ട്. ഗ്രേറ്റ് യാർമൗത്ത് എന്ന് പറയുമ്പോൾ നോർവിച്ചിന് അടുത്തായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ അവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവാം. അപ്പം നിങ്ങളും പോരെ. അപ്പോൾ ഈ സ്മിജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പോകുന്ന വഴിക്ക് നല്ല ദൂരമുള്ളതിനാൽ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിർത്തിയാട്ടോ യാത്ര ചെയ്തത്. അതിനാൽ തന്നെ ഏകദേശം 5 മണിയോട് കൂടിയാണ് കേട്ടോ ഞങ്ങൾ ഗ്രേറ്റ് യാർമൗത്തിൽ കൂട്ടുകാരൻ്റെ വീട്ടിലെത്തിയത്. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങളിത് വൈകുന്നേരമായിട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇവരുടെ കൂടെ നടക്കാൻ പോവുകയാണ്. ഇവിടെ കുറച്ച് കാട്ടുപഴങ്ങളൊക്കെ, വൈൽഡ് ഫ്രൂട്ട്സൊക്കെ ഇവിടെ റോഡ് സൈഡിലൊക്കെ ഉണ്ടായതുണ്ട്. ഇവർ നടക്കാൻ പോകുന്ന വഴികളിലൊക്കെ ഉണ്ടായതുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഞങ്ങളും കൂടെ വരാം, ഒന്ന് കാണണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവരുടെ കൂടെ ഉണ്ടോ വരയ്ക്കാൻ പോവാട്ടോ. ഇത് കണ്ടോ, ഞാൻ ഒരു സാധനം കാണിച്ചു തരാവേ. ഇത് കണ്ടോ, കാണിച്ചു തരാം. ഇത് കണ്ടോ ഫ്രണ്ട്സ്, പ്ലം ഉണ്ടായിരിക്കുന്നത് വലിയൊരു മരമാണേ, നിറച്ചുണ്ടായിരിക്കും കേട്ടോ. ഈ പോകുന്ന വഴികൾ ഇങ്ങനെ മൊത്തം ഇതുപോലെ നിറച്ചുണ്ടായിരിക്കുമായിരിക്കും കേട്ടോ. ഇപ്പോൾ പോകുന്ന വഴിക്ക് ഇത് പിന്നെയും വലിയ കോല പോലെ ഇങ്ങനെ കിടക്കുവാണേ. പ്ലം ഇങ്ങനെ ഉണ്ടായി കിടക്കണുണ്ടോ, മരം നിറച്ച് ഇങ്ങനെ ഉണ്ടായി കിടക്കണം കേട്ടോ. ഉണ്ടോ, നിറച്ച് ബ്ലാക്ക്ബെറി ഉണ്ടായിരിക്കുന്നുണ്ടോ. നല്ലതാണോ ഡി? മഞ്ഞ കളറിലുള്ള പ്ലം കണ്ടോ, മഞ്ഞ കളറിൽ ഇങ്ങനെ പലയായിട്ട് കിടക്കുന്നുണ്ട്. ഇതാണ്ടോ ഫ്രണ്ട്സ്, എൻ്റെ പിന്നിൽ നിൽക്കുന്ന ആപ്പിൾ മരമാണേ. കണ്ടോ, മുഴുത്ത ആപ്പിൾ ഉണ്ടായിരിക്കുന്നേ. നല്ല ടേസ്റ്റാണോ. ഇത് കണ്ടോ ഫ്രണ്ട്സ്, അത് പച്ച മുന്തിരിങ്ങ ഉണ്ടായിരിക്കണുണ്ടോ, പഴുത്തിട്ടില്ല കേട്ടോ. നിറച്ചിങ്ങനെ മേളിൽ കിടങ്ങി ഇങ്ങനെ പച്ച ഉണ്ടായിപ്പോണ്ടേ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ വന്നിട്ട് 2ാമത്തെ ദിവസമാണേ. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നൊരു 1 hour പോയി കഴിഞ്ഞാൽ വാൽസിഹാം ചർച്ച് എന്ന് പറഞ്ഞ് വലിയ പ്രശസ്തമായൊരു ദേവാലയം ഉണ്ട് അവിടെ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ അങ്ങോട്ട് പോവാം കേട്ടോ. അപ്പോൾ നിങ്ങളും കൂടെ പോരെ. ഏകദേശം 1 മണിക്കൂറത്തെ യാത്രയ്ക്കൊടുവിൽ ഞങ്ങൾ വാൽസിഹാം ചർച്ചിലെത്തി കേട്ടോ. ഇതാണ് കേട്ടോ സ്ലിപ്പർ ചാപ്പൽ ഷ്രൈൻ. ഇത് ഏകദേശം 14ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ചാപ്പലാണ് കേട്ടോ. നമുക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ആ ഡോറ് കാണുമ്പോൾ തന്നെ അറിയാം അതിനെന്ത് കാലത്തെ പഴക്കം കാണുമെന്ന്. മുമ്പിലോട്ട് പോകുമ്പോൾ അവിടെ എൻ്റെ ഭിത്തിയിലേക്ക് കണ്ടോ പഴയമയുടെ എല്ലാം നമുക്കവിടെ കാണാൻ സാധിക്കും കേട്ടോ. ചാപ്പലിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ വളരെ നിശബ്ദമാണ്. ആളുകൾക്കിരുന്ന് പ്രാർത്ഥിക്കാനും അവിടെ കുറച്ച് നേരം ഇരിക്കുമ്പോൾ തന്നെ ഏകദേശം നമുക്ക് നല്ലൊരു സമാധാനം കിട്ടുന്ന രീതിയിലുള്ളൊരു അന്തരീക്ഷമാണ് കേട്ടോ അവിടെ. അഴുത്താരയുടെ ഒരു സൈഡിലായിട്ട് വാൽസിഹാം മാതാവിൻ്റെ ഒരു രൂപം ഇരിപ്പുണ്ട് കേട്ടോ. ഒരു ചെയറിലിരിക്കുന്ന പോലത്തെ ഒരു രൂപമാണ്. ഇതാണ് കേട്ടോ നമ്മളിപ്പോൾ കയറിയ ചാപ്പലിൻ്റെ പുറമേ നിന്നുള്ള കാഴ്ച. വിശ്വാസികൾക്ക് മെഴുകുതിരികൾ കത്തിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി അവിടെ പ്രത്യേകമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പൈസ അടച്ച് അവിടെ നിന്ന് തന്നെ മെഴുകുതിരികൾ വാങ്ങിക്കാനും അവിടെ കത്തിക്കാനൊക്കെയുള്ള സജ്ജീകരണങ്ങളുണ്ട് കേട്ടോ. ഇവിടെ കുർബാന നടക്കുന്ന പള്ളിയുടെ പുറകുവശമാണ് കേട്ടോ അത്. അതായത് അഴുത്താര ഭാഗം. ഇവിടെ വലിയ തിരക്കുള്ള സമയങ്ങളിൽ ഈ പുറത്ത് ബെഞ്ചിട്ടേക്കുന്നത് കണ്ടോ, അവിടെ അഴുത്താര ഇങ്ങോട്ട് തിരിഞ്ഞു നിന്ന് ഇവിടെ കുർബാന നടക്കാറുണ്ട് കേട്ടോ. വളരെ മനോഹരമായി പണിത ദേവാലയത്തിൻ്റെ ഉൾവശമാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ദേവാലയത്തിൻ്റെ നടുവശത്ത് റൗണ്ട് ഷേപ്പിലുള്ളൊരു കാർപ്പറ്റിൽ പല ഭാഷകളിൽ അവർ സ്വാഗതം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ കൂടെ നമ്മുടെ മലയാളത്തിലും ഉണ്ട് കേട്ടോ. മലയാളം, തമിഴ്, അങ്ങനെ പല ഭാഷകളിലായിട്ട് അവരത് സ്വാഗതം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ദേവാലയത്തിന് നടുക്കായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഓർഗനാട്ടോ ഇത്. വളരെ ഭംഗിയായിട്ടല്ലേ നിർമ്മിച്ച് വെച്ചിരിക്കുന്നത്. കണ്ടിട്ട് ഇതിന് വലിയ കാലപ്പഴക്കമൊന്നുമില്ല കേട്ടോ.
ഈ ദേവാലയത്തിൻ്റെ ഒരു സൈഡിലായിട്ട് വെച്ചിരിക്കുന്ന കുറച്ച് ഇൻസ്ട്രക്ഷൻസ് എന്നാണിത്. അത് ഞാൻ നോക്കിയപ്പോൾ കണ്ടോ, നമ്മുടെ മലയാളത്തിലും തമിഴിലും ഒക്കെ ആയിട്ട് ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെയധികം മലയാളികളും തമിഴരൊക്കെ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. ഇതാട്ടോ വാൽസിഹാം അബി. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്ന ഈ വാൽസിഹാം ചർച്ചിന് വലിയൊരു ഹിസ്റ്ററി ഉണ്ട് കേട്ടോ. അപ്പോൾ അതെനിക്കറിയില്ല, ഇവരോട് ചോദിച്ചു നോക്കാം ഇതിൻ്റെ കുറിച്ചുള്ള ഹിസ്റ്ററി എന്ന് പറഞ്ഞു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുറേ നാളുകൾക്ക് മുന്നേ ഇവിടെ ഒരു പുള്ളിക്കാരി താമസിച്ചായിരുന്നു. അപ്പോൾ ഈ പുള്ളിക്കാരിക്ക് ഹസ്ബൻഡ് വർഷങ്ങൾക്ക് മുന്നേ 1000-ൽ. അപ്പോൾ അന്നേരം ആണെങ്കിൽ ഈ പുള്ളിക്കാരി വിധവയെന്ന് പറഞ്ഞാൽ വിധവയാണ്. പുള്ളിക്കാരിക്ക് ഭയങ്കരമായിട്ടൊരു ആഗ്രഹം ഉണ്ടായിരുന്നു മാതാവിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന്. അപ്പോൾ ഇങ്ങനെ പുള്ളിക്കാരി ആഗ്രഹം വെച്ചിട്ട് മാതാവിന് പ്രാർത്ഥിക്കാൻ തന്നിട്ട് കുറേ നാളായി. അപ്പോൾ ഒരു ദിവസം മാതാവ് ഇങ്ങനെ സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി വിശ്വസിച്ചില്ല. പിന്നെ 2-3 പ്രാവശ്യമായിട്ട് വന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി വിശ്വസിച്ചു. എന്നിട്ട് കറക്റ്റ് മെഷർമെൻറ്റും കാര്യങ്ങളും ഒക്കെ കൊടുത്തു. ഇത്രയും ഇങ്ങനെയൊക്കെയാണ് പണിയേണ്ടത്, ഇത്രയും മെഷർമെൻറ്റിലൊക്കെയാണ് പണിയേണ്ടത്, ഇങ്ങനെയൊക്കെ രൂപം വരണ്ടേ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി എൻ്റെ എല്ലാം ഒരു നോട്ട് ഉണ്ടാക്കിയിട്ട് പുള്ളിക്കാരി അത് ഡിസൈഡ് ചെയ്തു, ഞാൻ ചെയ്യുക എന്നുള്ള രീതി ഡിസൈഡ് ചെയ്തു. അപ്പോൾ ഇനി പ്ലാൻ മാത്രം പോരല്ലോ, സ്ഥലം വേണമല്ലോ. അപ്പോൾ ഇനി ഏത് സ്ഥലത്ത് വേണമെന്നുള്ള രീതിയിലൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും മാതാവിനോട് കുറച്ച് സ്ഥലം കാണിച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് ഡേ പുള്ളിക്കാരി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലായിടത്തും ഇങ്ങനെ മിസ്റ്റ് വീണ് കൊടുക്കും. മിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞുതുള്ളികൾ. അപ്പോൾ ഈ മഞ്ഞുതുള്ളികൾ വീണ് കൊടുക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ 2 ഏരിയയിൽ മാത്രം ഡ്രൈ ആണ്, ബാക്കിയുള്ള ഏരിയ മൊത്തം മിസ്റ്റാണ്, അതായത് വെറ്റാണ്. അപ്പോൾ ഈ 2 ഏരിയയും മാതാവ് കാണിച്ചു കൊടുത്തോന്നുള്ളൊരു ഏരിയ ആയിട്ട് ഇവർക്ക് മനസ്സിലായി. ഈ 2 ഏരിയയിലും വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ 2 വീക്കോ സർക്കംഫറൻസിലാണ്, തുള്ളി വെള്ളുപോലും വ്യത്യാസമില്ല. അപ്പം ഈ പുള്ളിക്കാരി തന്നെ പിന്നെ ഡിസൈഡ് ചെയ്തു ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് എത്തിപ്പെട്ടാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് ചെയ്യാമെന്നുള്ള രീതിയിൽ പുള്ളിക്കാരി തന്നെ ഡിസൈഡ് ചെയ്ത് ആ സ്ഥലത്ത് പണി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം രാവിലെ തന്നെ ആൾക്കാരോട് പറഞ്ഞു വേഗം വരണം, വർക്കേഴ്സിനോട് പറഞ്ഞു പണി തുടങ്ങിക്കോളാൻ പറഞ്ഞു. പണി തുടങ്ങാൻ നേരത്തില്ല, ഈ കുറച്ച് നേരത്തെ കഴിഞ്ഞിട്ട് പണി ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവർക്ക് ഒരുപാട് തടസ്സങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്നു, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അന്നേരത്തേക്കും ഈ പുള്ളിക്കാർ പറഞ്ഞു എന്നാൽ നിങ്ങളെല്ലാം തിരിച്ചു പോക്കോ, വർക്കേഴ്സിനോട് പറഞ്ഞു നിങ്ങൾ പോയി തിരിച്ചു പോക്കോ, റെസ്റ്റ് എടുത്തോളാൻ പറഞ്ഞു. എന്നിട്ട് ഈ പുള്ളിക്കാർ രാത്രിയിൽ ഇരുന്നോട്ട് ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. നീയാണ് മെയിൻ ആർക്കിടെക്റ്റ്, നീ പറഞ്ഞിട്ടാണ് ഞാൻ പണി തുടങ്ങിയത്, ബാക്കി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ കംപ്ലീറ്റ് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ മാതാവ് ഈ അടുത്ത ദിവസം വർക്കേഴ്സ് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അവർ കാണുന്നത് കംപ്ലീറ്റ് ആയ ഒരു പള്ളിയാണ്, ഒരു ദേവാലയം, ഒരു കുഞ്ഞു ചാപ്പലാണ് അവർ കംപ്ലീറ്റ് കാണുന്നത്. അവർ പറയുന്നത് ഒരിക്കലും വർക്കേഴ്സിനെ കൊണ്ട് പോലും പെർഫെക്റ്റ് ചെയ്യാൻ പറ്റാത്ത അത്രയും പെർഫെക്ഷനിൽ പണിത് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ആരായിരിക്കും, എന്തിലെ ഏഞ്ചൽസ് ആയി തന്നെ ആയിരിക്കും നമ്മൾ വിശ്വസിക്കുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് അന്ന് തൊട്ട് ഇന്ന് വരെ ഒരുപാട് എന്നാ പറയണ അത്ഭുതങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. എന്നാൽ ഒരുപാട് എല്ലാ വർഷവും ഇവിടെ വിസിറ്റ് ചെയ്യുന്നു. അതെ, വർഷത്തിലൊന്ന് സീറോ മലബാറിന്റെ പിൽഗ്രിമേജ് എന്ന് പറയുന്നുണ്ട്. ഈ ഓൾ ഓവർ UK-യിലുള്ള എല്ലാ മലയാളീസും ഇവിടെ ഒത്തുകൂടി സീറോ മലബാറിന്റെ കുർബാന ഒരു നമ്മുടെ 10-25 അച്ഛന്മാരും നമ്മളത് ഇവിടെയുള്ള എല്ലാ അതെ ജൂലൈ 19 നടന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് കളർഫുള്ളായിരുന്നു നമ്മുടെ മുത്തുക്കുടകളും നമ്മള് പ്രദക്ഷിണവും കറക്റ്റ് പെരുന്നാൾ. നമുക്ക് നാട്ടിൽ പെരുന്നാൾ മിസ്സാകുമ്പോൾ നമ്മൾ ഇന്നും ഇവിടെ വരും. അപ്പോൾ മിക്കവാറും ജൂലൈ മാസത്തിലാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെ അന്ന് വേറൊരു 1000 കൂടുതലൊക്കെ, കാരണം ഇവിടെ നിറച്ച് ബിഗ് കോച്ചസ് ഒക്കെയാണ് വരുന്നത്. അതിന് വേറൊരു ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഈ പെരുന്നാളിന് ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഇംഗ്ലീഷ് അച്ഛൻ, അതായത് ഇതിന്റെ റെക്ടർ അച്ഛൻ സ്വാഗതം പറഞ്ഞത് മലയാളത്തിലാണ്. അത് ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് ഇൻസ്പിറേഷൻ ആയി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത്. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് വാൽസിഹാം അബിയിലേക്കായിരുന്നു കേട്ടോ. ഏകദേശം 1 മൈൽ ദൂരം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങോട്ടേക്ക്. നമുക്കവിടെ ചെന്ന് കഴിയുമ്പോൾ കാണാൻ സാധിക്കുന്നത് വളരെയധികം പഴക്കം ചെന്ന കെട്ടിടങ്ങളൊക്കെയാണ്. ഇത് നമ്മുടെ ഈ ഇടത് സൈഡിൽ കാണുന്ന വെള്ളയും കറുപ്പും കളറ് ഉള്ളത് അതൊക്കെ തടിയും കൊണ്ട് നിർമ്മിച്ച 15-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള കെട്ടിടങ്ങളാട്ടോ ഇതൊക്കെ. അത്രയധികം പഴക്കമുള്ള സാധനങ്ങളാണ് ഇവരിവിടെ ഇങ്ങനെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. നമുക്കിതിൻ്റെ കവാടം കണ്ടാൽ തന്നെ സാധിക്കാം ഇതിൻ്റെ ഒരു പഴമയും ദൂരം ഉണ്ടെന്ന്. അത് വീണുപോയി. അപ്പം ഇത് നമ്മൾ ഈ മാലാഖമാർ പണിതെന്ന് പറഞ്ഞ സാധനമല്ലേ സെൻറ്റ് ലോറൻസ് ഷാപ്പിൽ എന്ന് ഞാൻ പറഞ്ഞില്ലേ, സെൻറ്റ് ലോറൻസ് ഷാപ്പിലാണ് ഇത് ഈ കാണുന്നത്. അതായത് ഇങ്ങനെ ഇരുന്ന സാധനത്തിൽ നമ്പർ 20 സെൻറ്റ് ലോറൻസ് ഷാപ്പിൾ. അപ്പം ഇതാണ് സെൻറ്റ് ലോറൻസ്. അത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് അതായിരിക്കും എന്ന് പറഞ്ഞത്. പക്ഷെ ആ സാധനം ഇപ്പോൾ അവിടെ ഇല്ല.
ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് അതിൻ്റെ കുറേ അവശിഷ്ടങ്ങൾ മാത്രം. ഏകദേശം 1538 തകർന്നു പോയതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ കുറച്ചേ നമുക്കിവിടെ കാണാൻ സാധിക്കത്തുള്ളൂ കേട്ടോ. ഇത് ഈ വാൽസിഹാം അബിയുടെ നടുക്ക് സെൻട്രൽ നിന്നുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. ചുറ്റും ഇതാണ് അതിൻ്റെ ഒരു കവാടം. അവിടുന്ന് ദൂര സ്ഥലങ്ങളിൽ കാണാൻ നമുക്ക് ഇതിൻ്റെ ചെറിയ ചെറിയ ശേഷിപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അതവിടെയുണ്ട് ഒരു കുഞ്ഞിത്, ഫ്രണ്ടിലുണ്ട്. അപ്പോൾ അത്രയും വിസ്തീർണമുള്ളൊരു ദേവാലയമായിരുന്നു കേട്ടോ അത്. ഇതിന് തൊട്ടടുത്തുള്ള ഇതിൻ്റെ വാൽസിഹാം അബിയുടെ ചരിത്രങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്നൊരു ബോർഡൊക്കെ വെച്ചിട്ടുള്ളൊരു ഹാളാണ് കേട്ടോ. ഇതിനകത്ത് കണ്ട പഴയൊരു ഹീറ്റർ റേഡിയേറ്ററാണ്. ഇത്രയും പഴക്കം ചെന്ന സാധനം ഞാൻ ആദ്യമായിട്ടാട്ടോ കാണുന്നത്. പിന്നെ അവിടുത്തെ പഴയകാല ഒരു സോഫ, അവിടുത്തെ ബെഞ്ചുകൾ, വളരെയധികം പഴക്കം ചെന്ന മറ്റൊരു ബെഞ്ച്, പിന്നെ അവിടുത്തെ ഡോറിൻ്റെ ലോക്ക്, ഇതൊക്കെ ഒത്തിരി വർഷം പഴക്കം ചെന്നത് കാണാൻ സാധിക്കും. അവിടെ ഞങ്ങൾ നേരെ പോയത് അവിടെ കുറച്ച് പുറകിലായിട്ടുള്ളൊരു ഗാർഡനും അതൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ദ ഡെൽ എന്നറിയപ്പെടുന്ന ഒരു ഗേറ്റാണ് കേട്ടോ. ഇത് മേളിൽ കൂടെ റോഡാണ് പോകുന്നത്. താഴേക്കൂടെ നമുക്കിങ്ങനെ നടന്നു പോകാൻ സാധിക്കും. അതിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് ഇതുണ്ടോ പഴയ ഒരു ഡോറൊക്കെ വെച്ചേക്കുന്നതൊരു സംഭവമുണ്ട്. അവിടെയൊക്കെ ഞങ്ങൾ സമയപരിമിതി മൂലം വളരെ വേഗത്തിൽ ചുറ്റി നടന്ന് കണ്ടു കേട്ടോ. അവിടെ നിന്ന് തിരിച്ച് ഞങ്ങൾ ഏകദേശം ഒരു 5 മണിയോടുകൂടി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ അടുത്ത ദിവസം രാവിലെയാണ് ബാക്കി വീഡിയോ ചെയ്യുന്നത്. ഞങ്ങൾ ഇന്ന് രാവിലെ തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ് കേട്ടോ. രാവിലെ 7 മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് പോകുന്നു. ഏകദേശം ഇനി 5 മണിക്കൂറോളം വീട്ടിലേക്ക് യാത്രയുണ്ട്. ഞങ്ങൾ പലയിടത്തായിട്ട് നിർത്തിയൊക്കെ ആയിരിക്കും പോരുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയായി കാണുന്നത് വരെ ഇസ്മി ജിൻഡോ, ബൈ.